നമസ്കാരം. ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ സമാപനത്തിൽ മുംബൈയിൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി നടത്തിയ ശക്തി പരാമർശം ആയുധമാക്കുകയാണ് ബിജെപി. ഇന്ത്യ മുന്നണി ഒരു ശക്തിയെയാണ് നേരിടുന്നതെന്ന പരാമർശം സ്ത്രീ വിരുദ്ധമാണെന്ന ആരോപണവുമായാണ് ബിജെപി രംഗത്തു വന്നത്. പ്രധാനമന്ത്രിയിലൂടെ മറുപടി നൽകിയാണ് പരാമർശത്തെ വിവാദമാക്കുന്നത്. പ്രവാസി ശബ്ദം ഇന്ന് പരിശോധിക്കുന്നു. ശക്തി പരാമർശം ശക്തിയുള്ള പ്രചാരണായുധമോ? സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് പ്രതിനിധി അജി കുര്യാക്കോസ്, ബിജെപി പ്രതിനിധി രമേശ് മന്നത്ത്, ഇടത് സഹയാത്രികൻ വാഹിദ് നാട്ടിക. മൂന്നുപേർക്കും സ്വാഗതം. ആദ്യം ശ്രീ രമേശ് മന്നത്ത്. സാമാന്യ ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാകുന്നതുപോലെ വ്യക്തമായാണ് രാഹുൽ ഗാന്ധി ശക്തി പരാമർശം നടത്തിയത്. ഇത് വ്യക്തമായ വളച്ചൊടിക്കലല്ലേ? താങ്കൾ ഈ വിഷയത്തിൽ ബിജെപി ഇത് ആയുധമാക്കുന്നുണ്ടെങ്കിലും രാഹുൽ പറഞ്ഞത് താങ്കൾ കേട്ടതാണ്. താങ്കൾ എന്താണ് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കിയത്? അല്ല, ശ്രീ രാഹുൽ ഗാന്ധി ഇന്ന് മുംബൈയിൽ സംസാരിച്ച സമയത്ത് അദ്ദേഹം തുടക്കമിട്ടത് തന്നെ ഹിന്ദു ധർമ്മത്തിൽ ശക്തി എന്ന് പറയുന്നു, ആ ശക്തിയാണ് ഇവിടെ നിയന്ത്രിക്കുന്നത് എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം തീർച്ചയായിട്ടും ഒരു വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുന്നതിനുള്ള ശ്രമമാണ് കുറച്ച് നാളുകളായിട്ട് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പല സമയത്തും ക്രിസ്ത്യൻ സമുദായത്തെ അദ്ദേഹം സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു. ചില സമയത്ത് വർഗീയ ചേരിതിരിവെന്ന് ആരാണ് പറയുന്നത് എന്നുള്ളതാണ് ഇന്ത്യയിൽ. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി അത് ഉണ്ടാക്കുന്നു എന്ന് ആരാണ് എതിർഭാഗത്തു നിന്ന് പറയുന്നത്? അല്ല, ബിജെപി ഒരു സമയത്തും ഇന്ത്യയിൽ എവിടെയും തന്നെ ഒരു വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയിട്ടില്ല എന്നതാണ് സത്യം. മറിച്ച് രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്ന നടപടികൾ, വർഷങ്ങളായിട്ട് കോൺഗ്രസ് എടുത്തുകൊണ്ടിരുന്ന നടപടികൾ, അതിന്റെ ഒരു തുടർച്ചയെന്നോണം അദ്ദേഹം വീണ്ടും ജനങ്ങളെ തമ്മിത്തലിക്കുകയും അതിൽ നിന്നും എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കുമോ എന്ന ശ്രമമാണ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കുന്ന ബിജെപി സർക്കാരാണോ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കിയിട്ടില്ല എന്ന് താങ്കൾ പറയുന്നത്? മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല ബിജെപി സർക്കാർ പൗരത്വം കൊടുക്കുന്നത്. മറിച്ച് ഈ 3 രാജ്യങ്ങളിലെ പീഡിപ്പിക്കപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക്, അവിടത്തെ ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം കൊടുക്കുന്നു. അവിടെ ഒരിക്കലും പറഞ്ഞിട്ടില്ല മുസ്ലിം മതവിഭാഗത്തിന് നൽകില്ലെന്ന് പറഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞത് കൃത്യമായിട്ടും ഇത്തരത്തിലുള്ള വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കിക്കൊണ്ട് കോൺഗ്രസ് പരാജയത്തിനെ മുന്നിൽ കണ്ടിരിക്കുന്നു. അതിൽ നിന്നും ഒളിച്ചോടുവാനായിട്ട്, അതിൽ നിന്ന് എന്തെങ്കിലും രക്ഷ നേടുവാനായിട്ട് അവസാന മാർഗമെന്ന നിലയിൽ ഇന്ത്യയിലെ ജനങ്ങളെ വർഗീയമായി തരംതിരിച്ചുകൊണ്ട് അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ട് അല്പമെങ്കിലും വോട്ട് നേടുവാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുവാൻ ശ്രമിക്കുന്നത്. പക്ഷേ അത് ഇന്ത്യയിലെ ജനങ്ങൾ അതിന് വേണ്ട തുച്ഛമായ വില മാത്രം കൊടുത്തുകൊണ്ട് തള്ളിക്കളയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശരി, ശ്രീ അജയ് കുര്യാക്കോസ്, ഇവിടെ ഒരു മത്സരം നടക്കുന്നുണ്ടോ? ഇത്തരത്തിൽ വർഗീയമായ ചേരിതിരിവുണ്ടാക്കാൻ ബിജെപിയും കോൺഗ്രസും തമ്മിൽ ഒരു മത്സരം ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നുണ്ടോ? കേട്ടില്ല മാഡം, ഒന്നുകൂടി പറയൂ. വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത്, ഇല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ആ പരാമർശം അത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ബിജെപിയുടെ പ്രതിനിധി പറഞ്ഞത്. അങ്ങനെ ഒരു മത്സരം ബിജെപിയുമായിട്ട് കോൺഗ്രസ് നടത്തുന്നുണ്ടോ? ഇവിടെ ഇപ്പൊ ഇന്ത്യയിൽ ഒരു വാക്കും സംസാരിക്കാൻ കഴിയാത്തൊരു അവസ്ഥയായിപ്പോയി. കാരണം ശക്തി എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ അത് നാരി ശക്തിയായി ലക്ഷ്മി ദേവിയും സരസ്വതി ദേവിയും കളിയാക്കി എന്നൊക്കെയാണ് ഇപ്പൊ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ്? അസത്ത്, കത്വ, അതുപോലെ തന്നെ കാൺപൂര്, ഇത്തരം സ്ഥലങ്ങളിലൊക്കെ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാലോ. മണിപ്പൂരിൽ സ്ത്രീയെ നഗ്നയാക്കി ഓടിച്ചു. അപ്പോഴൊന്നും സ്ത്രീക്ക് വേണ്ടിയുള്ള ശക്തി നമ്മുടെ പ്രധാനമന്ത്രി കാണിച്ചില്ലല്ലോ. തിരിച്ചു മറ്റേ ഗുസ്തി താരങ്ങൾ അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിൽ വന്നുകൊണ്ട് അവർക്ക് കിട്ടിയ മെഡലുകളെല്ലാം ഉപേക്ഷിച്ചു. അപ്പോഴൊന്നും അവർ ഇത്തരത്തിലുള്ള നാരീശക്തിയെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. ഇപ്പോഴെന്താ പറയുന്നത്? കോൺഗ്രസ് വളരെ വ്യക്തമായി കൊണ്ട് തന്നെ പറയുന്നത് ശക്തി, അതായത് 2 ശക്തികൾ തമ്മിലുള്ള മത്സരമാണ് ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്നത്. ഒന്ന് അസുരശക്തിയും ഒന്ന് ദൈവിക ശക്തിയും. അസുരശക്തി അവരുടെ എല്ലാവിധ ശക്തിയും എടുത്തുകൊണ്ട് ഇഡിയും ഐടിയും അതുപോലെ തന്നെ CBIയും ഏതൊക്കെ തരത്തിലുള്ള അന്വേഷണങ്ങളും ഏതൊക്കെ തരത്തിലുള്ള ഭീഷണികളും ഉപയോഗിക്കാവുന്നോ, അതുപോലെ തന്നെ EVM മെഷീൻ അതിൽ കള്ളത്തരം ചെയ്തുകൊണ്ട് ഏതൊക്കെ തരത്തിൽ ഈ അസുരശക്തിക്ക് അടുത്ത 2024 വരുന്ന തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടോ ആ ശക്തിയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആസുരശക്തിയും അതുപോലെ തന്നെ ദൈവിക ശക്തിയായ ഇന്ത്യ മുന്നണി അടക്കമുള്ള ദൈവിക ശക്തിയുമുള്ള ഒരു മത്സരമാണ് നടക്കുന്നത് എന്നുള്ള ഒരു പരാമർശമാണ് ശ്രീമാൻ രാഹുൽ ഗാന്ധി നടത്തിയത്. അവിടെ വർഗീയപരമായി ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിച്ചത് BJP-യാണ്. BJP-ക്ക് ഇതല്ലാതെ മറ്റു മാർഗമില്ല. ഇന്ത്യയിൽ 2024 വരുന്ന തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് ശക്തമായി തിരിച്ചടി നേടുമെന്ന് പല സർവേകളിലും കണ്ടപ്പോൾ ഇനി ഇത് രാഹുൽ ഗാന്ധിയുടെ ഈ സ്പീച്ചിൽ തന്നെ ഹിന്ദുമത വിശ്വാസപ്രകാരം ശക്തി എന്നത് ദേവിയാണ്
എന്ത് പരാമർശിക്കുന്നു? അതായത് മതം മതേതര പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യം ഭരിക്കാൻ തയ്യാറായി നിൽക്കുന്ന, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു മുന്നണിയിൽ തന്നെ നിൽക്കുന്ന ഒരു പാർട്ടി കോൺഗ്രസിനെ സംബന്ധിച്ച്, കോൺഗ്രസിന്റെ ചരിത്രമൊക്കെ എന്നേക്കാൾ കൂടുതൽ താങ്കൾക്ക് അറിയായിരിക്കും. അത് BJPയേക്കാൾ കഷ്ടമായിട്ട് ഭക്തിയും വിശ്വാസവും ഒക്കെ അതിലേക്ക് കലർത്തിക്കൊണ്ടുപോകാൻ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി പുറപ്പെടുന്നു? പലയിടങ്ങളിലും ഇന്നലെ തന്നെ ആരതിയൊക്കെ ഒഴിഞ്ഞാണ് സ്റ്റേജിലേക്കൊക്കെ കയറി വന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രവണത കോൺഗ്രസിനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? സ്വാഭാവികമായിട്ടും ശക്തി എന്ന് പറയുന്നത് മുസ്ലിം മതവിഭാഗത്തിൽ ശക്തി എന്ന് പറഞ്ഞ ഒരു സങ്കല്പമില്ലല്ലോ. ക്രിസ്ത്യാനികളിലും ശക്തി എന്നൊരു സങ്കല്പമില്ലല്ലോ. അപ്പൊ ഹൈന്ദവ വിശ്വാസത്തിൽ ശക്തി എന്ന് പറയുന്ന രണ്ട് ശക്തികളാണുള്ളത്. ഒന്ന് അസുര ശക്തിയും ഒന്ന് ദൈവിക ശക്തിയും. അത് ആ വിശ്വാസത്തിൽ അടങ്ങിയിരിക്കുന്നതാണ്. അപ്പൊ ഹിന്ദു വിശ്വാസത്തിൽ ഇങ്ങനെയുണ്ട്. നമ്മളൊരു ഉപമ പറയില്ലേ, ഹിന്ദു വിശ്വാസത്തിൽ ശക്തിയുണ്ട്. ആ ശക്തി എന്ന് പറയുന്നത് രണ്ട് ശക്തികളാണ്, അസുര ശക്തിയും ദൈവിക ദേവന്മാരുടെ ശക്തിയും. അസുരനും ദേവന്മാരും തമ്മിലുള്ള യുദ്ധമാണ് ഹൈന്ദവ വിശ്വാസത്തിൽ കാലാകാലങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ആ പുരാണങ്ങളെല്ലാം പഠിക്കുമ്പോൾ ഇവിടെ അദ്ദേഹം ഒരു ഉപമ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ അസുര ശക്തി എന്ന് പറയുന്നത് ഈ പ്രധാനമന്ത്രി നയിക്കുന്ന ഈ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന അസുര ശക്തി. അവിടെ എന്തുകൊണ്ട് ഇത്രയ്ക്ക് വിഷമിക്കേണ്ടി വരുന്നു? അങ്ങനെയാണെങ്കിൽ നാരി ശക്തിക്ക് വേണ്ടി എന്താണ് ഈ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്? മണിപ്പൂരിൽ ഒരു സ്ത്രീയെ നഗ്നയാക്കി അടിച്ചോടിച്ചപ്പോൾ എവിടെ പോയി ഈ ശക്തി, നാരി ശക്തി? എന്തുകൊണ്ട് അസത്തിൽ നാരിശക്തി ഉണ്ടായില്ല? എന്തൊരു കത്വയിൽ നാരിശക്തി ഉണ്ടായില്ല? കാൺപൂരിൽ ഉണ്ടായില്ല? അപ്പോ അതുപോലെ തന്നെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുസ്തി താരങ്ങൾ അവരുടെ മെഡലുകൾ വലിച്ചെറിഞ്ഞ് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയപ്പോൾ ഈ നാരിശക്തി ഉണ്ടായില്ല. അപ്പൊ ഇവിടെ വർഗീയപരമായിട്ടൊരു ചേരിതിരിവ് ഉണ്ടാക്കാൻ ശ്രമിച്ചത് ആരാണ്? സ്വാഭാവികമായിട്ടും ഇതിനെ വർഗീയപരമായിട്ട് കണ്ടുകൊണ്ട് അതിൽ നിന്നും വോട്ട് നേടണം എന്നുള്ള ഉദ്ദേശത്തിൽ BJP ആണ് ചെയ്തത്. അതല്ലാതെ കോൺഗ്രസ് സംബന്ധിച്ച ഒരു ഉപമ പറയുമ്പോൾ മനുഷ്യന് ഇവിടെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. ശരി, ശ്രീ വാഹിദ് നാട്ടിക, ഇവിടെ ആര് തമ്മിൽ എന്ത് മത്സരമാണ് നടക്കുന്നത്? ഇവിടെ ഇപ്പം വളരെ ബാലിശമായിട്ടുള്ള, ഇല്ലെങ്കിൽ അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സാധാരണ ആളുകൾ കേട്ടാൽ മനസ്സിലാകുന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധിയുടെ ആ പ്രസംഗം. അതിനെ കൃത്യമായി വളച്ചൊടിക്കുന്നു എന്ന് മനസ്സിലാകുന്ന തരത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം. അപ്പം ഇത് ആരെ കബളിപ്പിക്കാനാണ്? ഇതിലൊക്കെ വീഴുന്ന ജനതയാണ് ഇന്ത്യക്കാർ എന്നൊരു തോന്നൽ ഈ രണ്ട് നേതാക്കൾക്കും വന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇത് സത്യത്തിൽ യുക്തിയും യുക്തിരാഹിത്യങ്ങൾ തമ്മിലുള്ള മത്സരമാണ്. സത്യത്തിൽ മനുഷ്യൻ എന്ന ജീവിയുടെ ഏറ്റവും വലിയ വളർച്ച ഉണ്ടായിട്ടുള്ളത് അവന്റെ യുക്തിബോധം കൊണ്ടാണ്. അതായത് അവന്റെ തലച്ചോറ് കൊണ്ടാണ്. ആ തലച്ചോറ് കൊണ്ടാണ് ലോകത്ത് മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള മുഴുവൻ ശാസ്ത്രീയമായ വളർച്ചകൾ ഉണ്ടായിട്ടുള്ളത്. ഇത് ലോകത്തിന് മുമ്പിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലോകമൊക്കെ തന്നെ ഏറെക്കുറെ മതേതരമായിക്കൊണ്ടിരിക്കുകയാണ്. മതാധിഷ്ഠിത രാഷ്ട്രങ്ങളിൽ പോലും ഇതര മതങ്ങളെ ബഹുമാനിക്കുകയും ഏറ്റവും അവസാനം ഞാനിരിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളിരിക്കുന്ന UAE-യിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വന്ന് ഒരു അമ്പലം ഉദ്ഘാടനം ചെയ്തു പോയി ഒരു രാജ്യമാണ്. അതായത് ലോകത്ത് മതാധിഷ്ഠിത രാഷ്ട്രങ്ങൾ പോലും മതേതരമാകുന്ന ഒരു സ്ഥലത്ത് എത്ര കണ്ട് അപരിഷ്കൃതമായ വാദങ്ങളാണ് ഇന്ത്യയിലെ രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ നടത്തുന്നത് എന്ന് പറയുമ്പോൾ വളരെ സങ്കടം തോന്നുകയാണ്. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എത്ര കണ്ട് ലോക സമൂഹത്തിന് മുമ്പിൽ നമ്മൾ അവഹേളിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇന്ത്യക്കാർ ഇത്ര കണ്ട് ചെറുതായിട്ടാണ് ഇവർ കാണുന്നത്. എന്തൊക്കെ വിഡ്ഢിത്തങ്ങളാണ് പുലമ്പിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇതൊക്കെ അവസാനിപ്പിക്കേണ്ട ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. ലോകം ആകെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ മതേതരമാവുന്നു, സെക്യുലറിലാവുകയാണ്. ഇതെല്ലാം സങ്കല്പങ്ങളാണെന്നും ഇതിനൊക്കെ അപ്പുറമാണ് മനുഷ്യന്റെ തലച്ചോറ് കൊണ്ടുണ്ടാക്കിയ, മനുഷ്യൻ ഓരോ കാലഘട്ടത്തിൽ ഉണ്ടായ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ വേണ്ടി ഉണ്ടാക്കിയ കാൽപ്പനികതകളോ കഥകളോ ആണെന്നും മിത്തുകളാണെന്നും ഇതൊക്കെ തിരിച്ചറിഞ്ഞ് ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു രാജ്യത്ത്, ആ രാജ്യത്തിലെ ഒരു പ്രതിപക്ഷ നേതാവ്, സത്യത്തിൽ അദ്ദേഹം സ്വാഭാവികമായിട്ടും ഈ ഇന്ത്യയുടെ ഒരു വല്ലാതെ രൂഢമൂലമായി നിൽക്കുന്ന വിശ്വാസത്തിൽ ചിലപ്പോ ഒരു ഉപമകളൊക്കെ സാധാരണ മനുഷ്യരുടെ സംസാരത്തിൽ വരുന്നതാണ്. പക്ഷെ അതിനെ എത്ര കണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്ര ക്രൂരതയാണ് ഇവരുടെ മനസ്സിലെന്നുള്ളതാണ്. അധികാരത്തിന് വേണ്ടി മനുഷ്യനെ ഉപേക്ഷിക്കേണ്ട അല്ലെങ്കിൽ മനുഷ്യനെ അവസാനിപ്പിക്കേണ്ട ഒരു അപരിഷ്കൃത തത്വങ്ങളെയൊക്കെ തന്നെ എടുത്ത് ഇങ്ങനെ അലക്കി മനുഷ്യരിൽ ഇങ്ങനെ വികാരമുണർത്തുകയാണ്. മനുഷ്യരുടെ തലച്ചോറിനെ പൂർണ്ണമായി മന്ദീഭവിപ്പിച്ച് പൂർണ്ണമായിട്ടും മനുഷ്യന്റെ വികാരത്തെ ഉണർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതാണ്. ആ തെരഞ്ഞെടുപ്പിന് ഈ ഭ്രാന്തമായ മുന്നേറ്റത്തിന്റെ ഒപ്പം
എന്തിന് കോൺഗ്രസ് പോകുന്നു എന്ന് നോക്കുമ്പോൾ സങ്കടം തോന്നുന്നു. കാരണം അവിടെ ഒരാൾ ഹനുമാന്റെ വേഷം കെട്ടുന്നുണ്ടെങ്കിൽ ഞാൻ സുഗ്രീവന്റെ വേഷം കെട്ടുന്ന ഇങ്ങനെയൊന്നും കാണിക്കേണ്ടതില്ലെന്ന്. ഇന്ത്യക്കാർ അത്ര കണ്ട് മോശം മനുഷ്യരൊന്നുമല്ല. ഇന്ത്യക്കാർക്ക് നല്ല ബുദ്ധിയും ബോധമൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ അവരെ വീണ്ടും 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 ബോധമില്ലാത്ത മനുഷ്യരാക്കി മാറ്റണം എന്ന് തീരുമാനിക്കില്ല നേതൃത്വങ്ങൾ. പക്ഷേ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഇവിടെ പള്ളിയിലും അമ്പലത്തിലും ഒക്കെ കയറി വോട്ട് ചോദിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അത് അമ്പലം നോക്കൂ, നമ്മൾ നിൽക്കുന്ന ഒരു സമൂഹത്തിൽ വിശ്വാസമുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസ സമൂഹത്തെ നമ്മൾ തിരസ്കരിക്കേണ്ടതല്ല. പക്ഷേ ആ വിശ്വാസം എല്ലാ അബദ്ധങ്ങളും, അതായത് നിങ്ങളുടെ തലച്ചോറിനേക്കാളും കവർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിശ്വാസങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് ചെറുക്കപ്പെടേണ്ടേ? നമ്മൾ ലോകത്ത് എവിടെയാണ് നിൽക്കുന്നത്? ലോകം എത്ര കണ്ട് മതേതരമായി. ഇപ്പോ യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ, മറ്റിതര രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ എത്ര കണ്ട് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടോ എന്ന് കമ്മ്യൂണിസ്റ്റുകൾ ചിന്തിക്കേണ്ട, ഇല്ലെങ്കിൽ മതം നോക്കി മതത്തിന്റെ അടിസ്ഥാനത്തിൽ വീടുകൾ കയറി വോട്ട് ചോദിക്കേണ്ടതുണ്ടോ എന്ന് കൂടി ചിന്തിക്കേണ്ട സമയമായി. അല്ലല്ല, ഇത് വിശ്വാസികളും അവിശ്വാസികളുമുള്ള ഒരു സമൂഹത്തിൽ സ്വാഭാവികമായിട്ടും വിശ്വാസ പ്രമാണങ്ങളെ അവഹേളിക്കുന്ന രീതി ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും അംഗീകരിക്കാവുന്നതല്ല. പക്ഷെ അതിനർത്ഥം ഈ വിശ്വാസ പ്രമാണങ്ങളെ ചൂഷണം ചെയ്യുന്ന വിശ്വാസ പ്രമാണങ്ങൾ മാത്രമാണ് മനുഷ്യന്റെ ജീവിത പ്രശ്നം എന്നുള്ള. മനുഷ്യന് ശാസ്ത്രം ലോകം ആകെ മാറി, ലോകന അടുത്ത പ്രപഞ്ചത്തിന്റെ രൂപങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ചൊവ്വയിലേക്ക് പോകാൻ മനുഷ്യൻ ചിന്തിക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരം പ്രാകൃതമായ വാക്കുകളും ആ വാക്കിൽ വീഴുന്നതിൽ അതിൽ എന്തെല്ലാമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കാണിച്ചത്? അതാണ് ആലോചിക്കേണ്ടത്. പറഞ്ഞതിന് എത്ര കണ്ട് വക്രീകരിച്ചു. ശ്രീ രമേശ്, ഇവിടെ PM പറഞ്ഞത്, അതായത് രാജ്യത്തെ സ്ത്രീകൾക്കെതിരെയാണ് ഈ ശക്തിക്കെതിരെ എന്നത് രാഹുൽ ഗാന്ധി ഉപയോഗിച്ചത് എന്നുള്ളതാണ്. സ്ത്രീകൾക്കെതിരെ എന്ന് പറയുമ്പോൾ അതായത് ഒരു കൂട്ടം, ഇപ്പം നമുക്കറിയാം തുടക്കത്തിലെ മുതൽ സ്ത്രീകൾക്ക് വേണ്ടി താങ്കൾ തന്നെ പറഞ്ഞതുപോലെ 2014 പ്രകടന പത്രിക മുതൽ സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പലതും മാറ്റിവെക്കുന്നുണ്ട്. പക്ഷെ എന്തായി എന്നൊക്കെയുള്ളത് കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ എത്രത്തോളം സുരക്ഷിതരാണ് സ്ത്രീകൾ രാജ്യത്ത് എന്നതിൽ എനിക്ക് സംശയമുണ്ട്. ആ സാഹചര്യത്തിലാണ് സ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ട്, ഇല്ലെങ്കിൽ സ്ത്രീകളെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ വളച്ചൊടിക്കുന്നത്. അത് ഗുണം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ധന്യ ഇന്ത്യയിലെ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് തനിക്ക് ഏത് കോണ്ടെക്സ്റ്റിലാണ് തോന്നിയത് എന്ന് ഇവിടെ സ്ത്രീ സുരക്ഷയും സ്ത്രീ ശാക്തീകരണവും ഒക്കെ PR-നല്ലാതെ മറ്റൊന്നിനും ഉപയോഗിക്കുന്നില്ല. ഞാനങ്ങ് പറഞ്ഞുതരാം. ഞാൻ മറുപടി പറയുന്ന സമയത്ത് നിങ്ങൾ തന്നെ ബന്ധമല്ലേ ബുദ്ധിമുട്ട് ഉണ്ടാക്കണേ. കാരണം എന്താണെങ്കിൽ അജയ് കുര്യാക്കോസും താങ്കളും ഇപ്പം കൂടെയുള്ള കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനും ഏകദേശം ഒരേ ഭാഷയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, 2014 അപേക്ഷിച്ച് കേരളത്തിലെ സ്ത്രീകൾ ഇന്ന് വളരെ സുരക്ഷിതരാണ്. ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ട് നടക്കുന്നുണ്ട്. കാരണം ഇന്ത്യ പോലത്തെ ഒരു വലിയ രാജ്യത്ത് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. ഒറ്റപ്പെട്ടതല്ല പറയൂ, രാജ്യത്തും നടക്കാത്തതുപോലെയുള്ള സംഭവങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഏതാണ്? ഒരു 2 സംഭവങ്ങളൊന്ന് പറയൂ താങ്കൾ. ഏറ്റവും അവസാനം ഒരു MP-ക്കെതിരെ, BJP MP-ക്കെതിരെ ലൈംഗികാതിക്രമത്തിന് കേസെടുത്തു. ഏറ്റവും അവസാനത്തെ കാര്യമാണ് പറയുന്നത്, കർണാടകയിൽ കഴിഞ്ഞ ദിവസം. അതിനു മുമ്പ് നമുക്കറിയാം, ശ്രീ അജയ് കുര്യാക്കോസ് നേരത്തെ പറഞ്ഞതുപോലെ ഗുസ്തി താരങ്ങളോടുള്ള സ്ത്രീകളാണ്, പെൺകുട്ടികളാണ്, ഇന്ത്യക്ക് അഭിമാനമായ താരങ്ങളാണ്. അവരോട് എന്താണ് മോശമായിട്ട് പെരുമാറിയത്? അവരുടെ ഇത്തരത്തിൽ സ്ത്രീയുടെ സുരക്ഷയ്ക്ക് വീഴ്ച വരുന്ന രീതിയിൽ എന്താണ് അവിടെ ഉണ്ടായത്? ഈ കർണാടകയിൽ നടന്ന സംഗതി, ഓക്കെ, ഒരു വ്യക്തിയോട് മോശമായിട്ട് പെരുമാറുന്നു. എന്റെ സാന്തനാകുന്നങ്ങള് ധന്യ പറഞ്ഞ കാര്യങ്ങൾ ഇതിൽ കൃത്യമായി പോലീസ് നടപടിയെടുക്കുകയും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് കൃത്യമായ ഇടപെടലുകൾ നടത്തുകയും അതിന് വേണ്ട കൃത്യമായ നടപടികളും അതിന്റെ ശിക്ഷ അടക്കം ഇപ്പോൾ പുതിയ നീതിന്യായ വ്യവസ്ഥയിൽ ശിക്ഷ പോലും അതിന്റെ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ സ്ത്രീകളുടെ സുരക്ഷ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇല്ലാത്തൊരു കാര്യത്തിന് ഒരുപക്ഷെ 2014 മുൻപ് എത്രമാത്രം കേസുകൾ ഒരു കൊല്ലം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന്റെ 20% താഴെയാണ് 2018 ശേഷം ഇന്ന് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന കേസുകൾ. അപ്പോ ഗൂഗിളിൽ അടിച്ചു നോക്കൂ അജയ് കുര്യാക്കോസെ, ഗൂഗിളിൽ അടിച്ചു നോക്കൂ, തന്റെ കയ്യിൽ മൊബൈലിൽ വെച്ചേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള പ്രതിച്ഛായയെ കരിവാരിത്തേക്കുന്നുള്ള പ്രവണതകൾ ഇത്തരത്തിലുള്ള കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഗത്ത് ഉണ്ടാകുന്ന എനിക്ക് മനസ്സിലാക്കാം. കാരണം അത് അവരുടെ പണിയുടെ ഭാഗമാണ്. പക്ഷേ താങ്കളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരെങ്കിലും അതിൽ നിന്ന് മാറി ചിന്തിക്കണമെന്ന് എനിക്ക് അഭ്യർത്ഥനയുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് എന്താണ് സ്ത്രീകൾക്ക് നൽകിയത്?
നമുക്കറിയാം നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ TB പേഷ്യൻസ് ഉണ്ടായിരുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയിലും ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നായിരുന്നത് വിറക് കത്തിച്ചുകൊണ്ടുള്ള പുക ശ്വസിച്ചുകൊണ്ടായിരുന്നു. ഇന്ന് ആ വീടുകളിലെല്ലാം തന്നെ ഗ്യാസ് സിലിണ്ടർ എത്തിക്കുവാനുള്ള കാര്യം നമ്മുടെ ഈ സർക്കാരിന് സാധിച്ചു. ഏറ്റവും ആവശ്യമായ ഇലക്ട്രിസിറ്റി ഓരോ വീടുകളിലും എത്തിക്കുവാൻ സാധിച്ചു. ലക്ഷക്കണക്കിന് വീടുകളാണ് ഒന്നുമില്ലെങ്കിൽ സ്ത്രീകളുടെ പേരിൽ പൂർണ്ണമായിട്ടുള്ള സ്ഥലമായിരിക്കണം, അല്ലെങ്കിൽ പകുതി അധികാരം സ്ത്രീകൾക്കുള്ളതായിരിക്കണം എന്ന രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ലഭിക്കൂ എന്ന രീതിയിൽ ലക്ഷക്കണക്കിന് വീടുകൾ വെച്ചു കൊടുത്തു. ഒപ്പം തന്നെ ഒരു നിമിഷം ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പറയാനുള്ള അവസരം തരും. താങ്കളുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഈ പറയുന്ന ഗവൺമെന്റിന്റെ കീഴിൽ സ്ത്രീകൾ സുരക്ഷിതരാവും എന്ന് പറഞ്ഞതിന് ശേഷമുള്ള റേറ്റാണ് ഞാൻ പറയുന്നത്. ക്രൈംസ് റെക്കോർഡ്സ് ബ്യൂറോയുടെ രേഖകൾ പ്രകാരം 2012 സ്ത്രീകൾക്കെതിരെ 2.44 ലക്ഷം കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 2021 അത് 4.28 ലക്ഷമായി ഉയർന്നു. അത് BJP അധികാരത്തിലുള്ളപ്പോഴാണല്ലോ. അതെ, അതിന്റെ കാര്യം പറഞ്ഞുതരാം. കാരണം എന്താണെങ്കിൽ പണ്ട് പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ കേസെടുക്കുവാനായിട്ട് വൈമിഷ്യമുണ്ടായിരുന്നു. ഒരുപക്ഷെ അവിടെ ഒരു പുരുഷ മേധാവിത്വം നിലനിന്നിരുന്ന പല സംസ്ഥാനങ്ങളും പല പോലീസ് സ്റ്റേഷനിലും ഉണ്ടായിരുന്നു. ഇന്ന് അതിൽ നിന്ന് അവസ്ഥ മാറിയിരിക്കുന്നു. ഒരു സ്ത്രീ വാട്സപ്പിലൂടെ ഒരു പരാതി അയച്ചാൽ ആകെ നടന്നിരുന്ന പ്രശ്നങ്ങളുടെ 50% പോലും കേസെടുക്കാതെ പോയിരുന്നെങ്കിൽ ഇന്ന് ഓരോ ചെറിയ ഇൻസിഡന്റിന് പോലും കേസെടുക്കുകയും ഇവർക്ക് വാട്സപ്പിലൂടെ പോലും പരാതി അയച്ചാൽ അത് FIR ഇടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് സാധിച്ചു ഞങ്ങളുടെ സർക്കാരിന്. അത് തന്നെയാണ് വലിയ നേട്ടമായിട്ട് ഞാൻ പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞുതരാം മറ്റു ചെയ്ത കാര്യങ്ങൾ. താങ്കൾ നോക്കൂ, 2014 അതായത് കുറ്റകൃത്യങ്ങളുടെ നിരക്ക് 2012 41.74 ആയത് 2014 56.3 അതിനുശേഷം ഓരോ വർഷങ്ങളിലും ഇത് കൃത്യമായിട്ട് അതായത് എത്രയാണോ അതിന്റെ ഇരട്ടിയായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2021 64.5 വരെ എത്തി എന്ന് പറയുമ്പോൾ കേസുകളുടെ എണ്ണം കൂടുതലല്ല. ഇതിൽ നിയമ നടപടി എടുക്കുന്നുണ്ടോ, നടപടി സ്വീകരിക്കുന്നുണ്ടോ? താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പൊ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിൽ എന്ത് നടപടി എടുക്കുന്നു, ഇത് എന്തുകൊണ്ട് കുറയുന്നില്ല എന്നൊരു ചോദ്യം വരുന്നില്ല. അപ്പൊ എവിടെയാണ് സ്ത്രീകൾ സുരക്ഷിതരാണെന്ന് പറയുന്നത്? മാഡം, ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോലും മടിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്നും സ്ത്രീകൾ മുന്നോട്ട് വന്നുകൊണ്ട്, സ്ത്രീകൾ മുൻധാരയിലേക്ക് വന്നുകൊണ്ട് അവർക്കെതിരെ നടക്കുന്ന എന്ത് ചെറിയ പ്രശ്നങ്ങൾ പോലും ഇന്ന് വ്യക്തമായി മുന്നിൽ നിന്ന് പറയുവാനുള്ള ധൈര്യം അവർക്ക് നൽകുവാൻ സാധിച്ചത് BJP ഗവൺമെന്റിന്റെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണം തന്നെയാണ്. ഇനി ഇതിനു മുമ്പ് അജി കുര്യാക്കോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. നാരീ ശക്തിയെ അദ്ദേഹം ഹിന്ദുക്കൾ തെറ്റായി ധരിക്കുന്നു, അല്ലെങ്കിൽ അപരിഷ്കൃതമാണെന്ന് നമ്മുടെ വാഹിദ് നാട്ടിക പറയുന്നത് കേട്ടു. ഇത്തരത്തിൽ ഹിന്ദു മതത്തെ അപരിഷ്കൃതമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കണ്ണിന്റെ കുഴപ്പമായിട്ടാണ് എനിക്ക് തോന്നുന്നത് വാഹിദ്. മറ്റു മതങ്ങൾ, നിങ്ങൾ വിശ്വസിക്കുന്ന മതങ്ങൾ മാത്രം പരിഷ്കൃതവും മറ്റുള്ള മതങ്ങളെല്ലാം അപരിഷ്കൃതവുമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ണിന്റെ കുഴപ്പം മാത്രമാണ്. ഇന്ത്യയെ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയ വാക്കിൽ തന്നെ പറയുന്നു, ഹിന്ദു മതപ്രകാരം, ഹിന്ദു ആചാരപ്രകാരം സ്ത്രീ എന്ന് പറഞ്ഞാലാണ് ശക്തി എന്ന് പറയുന്നത്. അതെ, ദുർഗയാണ് ശക്തി, ലക്ഷ്മിയാണ് ശക്തി, സരസ്വതിയാണ് ശക്തി. തീർച്ചയായിട്ടും ഞങ്ങളുടെ വിശ്വാസത്തെ സംബന്ധിച്ച് അത് തന്നെയാണ്. അതിൽ ആര് അതിനെ എതിർത്ത് പറഞ്ഞു പോലും തീർച്ചയായിട്ടും ഒരു ഹിന്ദു എന്ന നിലയ്ക്ക് ഞാൻ എതിർക്കും. ഒരുപക്ഷെ ഹിന്ദു എന്ന നിലയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എതിർക്കും, മറ്റുള്ള ഹിന്ദുക്കൾ എതിർക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. അത്തരത്തിൽ മതത്തെ അവഹേളിക്കുന്ന രീതിയിലേക്ക് ഒരു നേതാവ് പോകുന്നത് വിഷയത്തിൽ ഈ ആക്രമണങ്ങൾ മാത്രമല്ല ശ്രീ രമേശ്, ഇവിടെ തൊഴിലിന്റെ കാര്യത്തിൽ കോവിഡിനൊക്കെ ശേഷമുള്ള, അതായത് ഇപ്പം നല്ല ജോലികളുടെ അഭാവം, തൊഴിലിലേക്ക് കയറുന്ന ഇല്ലെങ്കിൽ തിരിച്ചിറങ്ങേണ്ടി വരുന്ന, പിന്നീട് ജോലിയിൽ പ്രവേശിക്കാൻ പറ്റാതെ വരുന്ന തൊഴിലില്ലായ്മ കാലങ്ങളായിട്ട് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നമാണ്. പക്ഷെ അതിൽ തന്നെ സ്ത്രീകൾ അനുഭവിക്കുന്നത് വലിയ ചൂഷണമാണ്, കഠിനമായ ചൂഷണമാണ്. ആ തൊഴിലിടത്തെ ചൂഷണമോ ഇല്ലെങ്കിൽ അത് ലഭിക്കാനുള്ള ബുദ്ധിമുട്ടോ സ്ത്രീകൾ എന്തുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല എന്നതിനൊക്കെ രണ്ടുപേരെ പാർലമെന്റ് ഇലക്ഷൻ നിർത്തിയതുകൊണ്ട് ആയോ കാര്യം? അവിടെയാണോ നമ്മുടെ വിജയം? രണ്ടുപേരെ പാർലമെന്റ് ഇലക്ഷൻ നിർത്തിയതല്ലോ. ഞങ്ങളുടെ മന്ത്രിസഭയിൽ നോക്കൂ, എത്ര സ്ത്രീകളുണ്ടായിരുന്നു. കേരളത്തിൽ രണ്ടുപേരെ നിർത്തിയെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ MP-മാർ, വനിതാ MP-മാരുള്ളത് ഏത് പാർട്ടിക്കാണ്? ഏറ്റവും കൂടുതൽ വനിതാ MLA-മാരുള്ളത് ഏത് പാർട്ടിക്കാണ്? ഏറ്റവും കൂടുതൽ വനിതാ പഞ്ചായത്ത് മെമ്പർമാരുള്ളത് ഏത് പാർട്ടിക്കാണ്? പാർട്ടിയുടെ ദേശീയ കമ്മിറ്റിയിൽ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള ഏത് പാർട്ടിക്കാണ്? ഇതെല്ലാം ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രം അവകാശപ്പെടാനുള്ളതാണ്. ഒരു സ്ത്രീക്ക് സീറ്റ് കൊടുക്കുവാനായിട്ട് നമുക്ക് കണ്ടു. കോൺഗ്രസിന്റെ വക്താവായ ഷമാ മുഹമ്മദ് വരെ ഇവിടെ എങ്ങനെയാണ് പ്രതികരിച്ചത്? അവരെ പോലും, അത്തരത്തിലുള്ളവരെ പോലും അടിച്ചിറക്കുകയും അവരാരാണെന്ന് അറിയാല്ല എന്ന് പറഞ്ഞ സംസ്ഥാന പ്രസിഡന്റുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് ആണ് സ്ത്രീകൾക്ക് ഞങ്ങൾ അവസരം നൽകുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ട് വന്നത് ആരാണ്? ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുന്നത് സ്ത്രീയല്ലേ? ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ട് നിർമ്മല സീതാരാമൻ ഇരുന്നില്ലേ? ഇപ്പോൾ ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ട് ഇരിക്കുന്നില്ലേ അവര്? അത്തരത്തിൽ എത്ര മന്ത്രിമാർ, ഇന്ന് കേന്ദ്ര മന്ത്രിസഭയുടെ ഭാഗമായിട്ട് എത്ര സ്ത്രീകളുണ്ട്? ഇന്ത്യ കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ വനിതാ സംവരണ ബിൽ എവിടെ? വനിതാ സംവരണ ബിൽ 14-ലും 19-ലും
കാലഹരണപ്പെട്ടു എന്ന് മാത്രമല്ല, ഇപ്പോഴതിന്റെ അവസ്ഥ എന്താണ്, എന്ത് സംഭവിക്കുമെന്ന് പോലും നമുക്കറിയില്ല. പക്ഷെ പറയുമ്പോഴെന്താ, വനിതാ സംവരണ ബിൽ പാസ്സായി. തീർച്ചയായിട്ടും വനിതാ സംവരണ ബിൽ 2 സഭകളും പാസ്സാക്കി. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം കോൺസ്റ്റിറ്റ്യുവൻസിയുടെ റീഅലോക്കേഷൻ വരുന്നുണ്ട്. ഈ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയുടെ റീഅലോക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനടി തന്നെ അതിലേക്ക് പോകുമെന്നുള്ള പറഞ്ഞിട്ടുള്ളത്. ഇതിലൊന്നും ഒരു സംശയവും വേണ്ട. ഭാരതീയ ജനതാ പാർട്ടി പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഞങ്ങൾ പറയാറുള്ളൂ. അത് ഞങ്ങളുടെ പ്രകടന പത്രിക എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. രാമക്ഷേത്രമായാലും 370 ആയാലും യൂണിഫോം സിവിൽ കോഡ് ആയാലും ഞങ്ങൾ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. 2047 വരെ 47 ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കുന്നതിനുള്ള പദ്ധതി ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുവരെയുള്ള ഭരണം എങ്ങനെ നിലനിർത്തണമെന്നും ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് അത്തരത്തിൽ രാഷ്ട്രീയപരമായി ഞങ്ങൾക്ക് യാതൊരു ഭയമില്ല. മറിച്ച് വർഗീയമായി ചെയ്തിരിവുണ്ടാക്കുവാൻ നോക്കിയാൽ ആര് ചെയ്താലും അതിനെ ശക്തമായിട്ട് എതിർക്കും. ഇനി വാഹിദ് നാട്ടിക പറഞ്ഞൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇത്തരത്തിൽ കാലഹരണപ്പെട്ടതാണ് ഹിന്ദു മതങ്ങളെന്ന് പറഞ്ഞു അദ്ദേഹം. നിങ്ങൾക്ക് അമ്പലങ്ങളോട് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ആളുകൾ യെച്ചൂരി അവിടെ നോർത്ത് ഇന്ത്യയിലായി കഴിഞ്ഞാൽ കുറിയെല്ലാം ഇട്ട് തലയിൽ കുടം വെച്ച് നടന്നു പോകുന്ന ഫോട്ടോ നമ്മളെല്ലാം കണ്ടതല്ലേ. ഇവിടെ നിങ്ങളുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇഫ്താറിന് പോകുമ്പോൾ തലയിൽ ടവലെടുത്തിടുന്നു. പക്ഷെ അമ്പലത്തിൽ പോകുമ്പോൾ ഗുരുവായൂർ പോയി ചോദിച്ചു അവിടെയാണോ കൃഷ്ണൻ ഇരിക്കുന്നതെന്ന്. ഇതാണ് നിങ്ങൾ കണ്ട മതേതരത്വം. ഇതിനെ മതേതരത്വം എന്നല്ല പറയുക, ഇതിനെ ന്യൂനപക്ഷ പ്രീണനം എന്നാണ് പറയുക. ഇതാണ് നിങ്ങൾ വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മതന്യൂനപക്ഷങ്ങളുടെ പ്രീണനമാണ്. അത് ആ ന്യൂനപക്ഷങ്ങൾ തന്നെ മനസ്സിലാക്കി അവരിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് BJP മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനങ്ങളിൽ പോലും ഇന്ന് BJP അധികാരത്തിൽ വരുന്നത്. കാശ്മീരിൽ BJPക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്നത്. ഉത്തർപ്രദേശിലെയും ഗുജറാത്തിലെയും മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ വലിയ ഭൂരിപക്ഷത്തോടെ BJP ജയിച്ചു കയറുന്നതും അതുകൊണ്ട് മാത്രമാണ്. ശരി, ശ്രീ അജയ് കുര്യാക്കോസ്, ഇവിടെ ഇന്നിപ്പോ പവൻ ഖേര ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ജൂൺ 4 അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഈ പറയുന്ന ഇത്രയും വിവാദങ്ങളും ഇത്തരത്തിലുള്ള പ്രസ്താവനകളും പ്രസംഗങ്ങളും ഒക്കെ ആർക്ക് അനുകൂലമായി വരും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ച് വളരെ ആത്മവിശ്വാസത്തോടു കൂടി അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ആത്മവിശ്വാസം കോൺഗ്രസിന് യഥാർത്ഥത്തിലുണ്ടോ? ഇന്ത്യ മുന്നണിക്കുള്ളിൽ നിൽക്കുമ്പോൾ തന്നെ ചോദിക്കട്ടെ, യഥാർത്ഥത്തിലുണ്ടോ? BJP പറയുന്ന 400 സീറ്റ് എന്ന ആത്മവിശ്വാസം പോലെ തന്നെ കോൺഗ്രസ് കൊണ്ടു നടക്കുന്ന ഒരു ആത്മവിശ്വാസമാണോ ഈ പറയുന്ന 4-ാം തീയതി കാണാം എന്നുള്ളത്? ഇതിനകത്ത് 2 കാര്യങ്ങൾ തുടക്കത്തിൽ പറഞ്ഞിട്ടെ, അത് മറുപടി പറയാൻ പറഞ്ഞില്ലെങ്കിൽ അത് മോശമായി പോകും. എനിക്ക് തോന്നുന്നത് ഇപ്പം മാഡം ഇപ്പൊ ഡെസ്കിൽ നിന്ന് ഒരു കണക്ക് അവതരിപ്പിച്ചപ്പോൾ സുഹൃത്ത് രമേശ് പറഞ്ഞു അത് പരാതി കൊടുക്കാൻ ധൈര്യം വന്ന കാരണം കൊണ്ടാണ് ഇത്തരം കേസുകൾ കൂടിയതെന്ന്. അപ്പൊ എനിക്ക് തോന്നുന്നത് 1947 മുതലുള്ള പരാതികളൊക്കെ 2019 തൊട്ടിട്ടാണ് അല്ലെങ്കിൽ 14 തൊട്ടിട്ടാണ് കൊടുത്തു തുടങ്ങിയതെന്നുണ്ട്. അപ്പൊ 47 പരാതിയും ഇപ്പോൾ ഉണ്ട്. അപ്പൊ അവർക്ക് അന്ന് തൊട്ട് ഇപ്പോഴും ധൈര്യം വന്നത് സ്ത്രീകൾക്കൊക്കെ പരാതി കൊടുക്കാൻ. പിന്നൊന്ന് മറ്റൊന്ന് സ്ത്രീകൾക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഞാനതിന്റെ തെറ്റൊന്നും തിരുത്തി കാണിച്ചോട്ടെ. ഒരു നിമിഷം ശ്രീ അജയ് കുര്യാക്കോസ് പറഞ്ഞു. അതായത് മർഡർ കേസുകൾ ഇന്ത്യയിൽ നടന്ന മർഡർ കേസുകൾ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് 2008 നടന്നത് 8172 ആണെങ്കിൽ അത് 2021 നടന്നത് 6500 മാത്രമാണ്. സെക്ഷൽ അബ്യൂസസ് കേസുകൾ അല്ല, സെക്ഷൽ അബ്യൂസസ് കേസുകൾ എന്ന് പറഞ്ഞിട്ട് 21 എനിക്ക് മനസ്സിലാവുന്നില്ല. രണ്ടുപേരും ഒരുമിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ശ്രീ അജയ് കുര്യാക്കോസ് താങ്കൾ തുടർന്നോളൂ. പറയൂ. അല്ല, ഓക്കെ, ശ്രീയാജി പറഞ്ഞോളൂ. നമുക്ക് സമയത്തിന്റെ കൂടി കുറവുണ്ട്, അതുകൊണ്ടാണ്. ശ്രീയാജി പറയൂ. രമേശിന് അസഹിഷ്ണുണ്ടെങ്കിൽ നമുക്കിത് കഴിഞ്ഞ് സംസാരിക്കാം. ഇപ്പൊ എന്തായിരുന്നാലും ഈ എന്റെ ഒരു അവസരം എനിക്ക് വിട്ടുവരും. അപ്പൊ ഈ BJP ഒരു നാരീശക്തിയും നാരികൾക്ക് വേണ്ടി ഇപ്പൊ എന്ത് പറഞ്ഞാലും ഗ്യാസാണ്. എന്ത് പറഞ്ഞാലും ഗ്യാസ് കൊടുത്തു, അതല്ലെങ്കിൽ ശൗചാലയം പണിതു. ഇതൊന്നല്ലല്ലോ സുഹൃത്തെ നാരീശക്തി. അതും അതിന്റെ ഭാഗമാണ് സുഹൃത്തെ, അതും അതിന്റെ ഭാഗമാണ്. നിങ്ങൾ 60 കൊല്ലം ഭരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമുക്ക് സെപ്പറേറ്റ് നടത്താം. ഇന്നിപ്പോ എനിക്കുള്ള അവസരം ഞാൻ അവസാനിപ്പിച്ചോട്ടെ. അപ്പൊ ശക്തി എന്ന വാക്ക് ഉപയോഗിച്ചപ്പോൾ അപ്പൊ ശക്തിമാനുള്ള സീരിയൽ നിരോധിക്കണമായിരുന്നു. കാരണം ശക്തിമാനുള്ള സീരിയൽ നടത്തിക്കൊണ്ടിരുന്നപ്പോ നിങ്ങളുടെ ശക്തി എന്ന് പറയുന്ന നിങ്ങളുടെ ഹൈന്ദവ വിശ്വാസത്തിന് ശക്തിമാനിലെ മറ്റേ കേന്ദ്ര കഥാപാത്രത്തിന്റെ വേഷം എന്തായിരുന്നു? അപ്പൊ നമ്മളതൊന്നും കുറിച്ച് സംസാരിക്കുന്നില്ല. അപ്പൊ ശക്തി എന്നുള്ള വാക്ക് ഉദ്ധരിച്ച് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത് 2 ശക്തികൾ തമ്മിലുള്ള, അത് വെറും ഒരു കാൽപ്പനികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് പറഞ്ഞത്. 2 ശക്തികൾ തമ്മിലുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നത്. എന്റെ എന്തിനാണ് ഈ കാൽപ്പനികതയിലേക്ക് ഈ ഇലക്ഷൻ കാലത്ത് രാഹുൽ ഗാന്ധി പോകുന്നത് എന്ന് സാധാരണ മനുഷ്യർ ചോദിക്കില്ലേ? കാരണം ഇത്രയും പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. അപ്പോൾ ഇലക്ഷനെ എങ്ങനെ നേരിടണം, അതിനു മുമ്പുള്ള സംസാരം, അതിനു മുമ്പുള്ള പ്രസംഗങ്ങൾ, വേദികളൊക്കെ എത്രത്തോളം സൂക്ഷിച്ച് കോൺഗ്രസ് കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള സാമാന്യ. മാഡം ഒരു കാര്യം പറയട്ടെ, ഒരു ചെറിയൊരു ഉദാഹരണം പറയുന്നു. അസുര ശക്തിയും
ദൈവിക ശക്തിയും തമ്മിലുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളൊരു ഉദാഹരണം പറയുന്നു. ഇവിടെ എവിടെയാണ് ഹൈന്ദവ വിശ്വാസത്തെ കോട്ടം തട്ടിയിട്ടുള്ളത്? ഒരിക്കലുമില്ല. അത് പറയുന്നത് പിന്നെ ഇപ്പൊ കുറച്ചു നേരത്തെ പറഞ്ഞു വാഹിദ് നാട്ടിക അഹിന്ദു ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രസ്താവന നടത്തിയതൊക്കെ. സമയപ്രശ്നം കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. സിയാജി കുര്യാക്കോസ്, താങ്കൾ നേരത്തെ പറഞ്ഞ സിലിണ്ടറിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു കണക്കുണ്ടായിരുന്നു, അതുകൂടി ഒന്ന് പറയാം. അതായത് ഈ 2023 കണക്കനുസരിച്ചാണ് 96 ദശലക്ഷം സിലിണ്ടറാണ് വിതരണം ചെയ്തത്. പക്ഷേ ഈ വിതരണം ചെയ്ത സിലിണ്ടറുകളിൽ പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ 9.6% പേർ റീഫിൽ ചെയ്യാതെയും 11.3% പേർ ഒരെണ്ണം മാത്രം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് അതിൽ ഇപ്പോഴും ഈ പറയുന്ന സ്ത്രീകളിലേക്ക് ഇപ്പം നേരത്തെ ശ്രീ അജയ് കുര്യാക്കോസ് പറഞ്ഞതുപോലെ അതുപോലും ഉയർത്തി കാണിക്കാനില്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. സമയമില്ല. ശ്രീ വാഹിദ് നാട്ടിക, കണക്കിനുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞോട്ടെ. അല്ല, ഞാനൊന്ന് ശ്രീ വാഹിദിലേക്ക് പോട്ടെ. സമയമില്ലാത്തത് കൊണ്ടാണ്. ശ്രീ വാഹിദ് നാട്ടിക, ഇന്ത്യ മുന്നണിയിൽ നിന്നിട്ട് താങ്കൾക്ക് പറയൂ. ഇതൊരു ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഈ സിലിണ്ടർ വാങ്ങിക്കുമ്പോൾ നമുക്ക് സിലിണ്ടർ ബുക്ക് ചെയ്യുമ്പോൾ 1, 2, 3 നമ്പറിൽ അമർത്തണം എന്ന് പറയുന്നുണ്ട്. ഞാൻ ഇപ്പൊ വന്നപ്പോ കണ്ടതാണ്. അതായത് സബ്സിഡി ലഭിക്കണം എന്നുണ്ടെങ്കിൽ 2 എന്ന നമ്പറിൽ അമർത്തണം. ഇത് വിദ്യാഭ്യാസമില്ലാത്ത സ്ത്രീകൾ ഇപ്പോൾ 1 എന്ന നമ്പറിൽ അമർത്തി കഴിഞ്ഞാൽ അവർക്ക് 1 വർഷത്തേക്ക് സബ്സിഡി പറ്റില്ല. ശ്രീ അജയ് കുര്യാക്കോസ്, അതായത് ഇവിടെ ഗ്യാസ് റീഫില്ലറുകളുടെ ഉയർന്ന വിലയാണ് ഇതിന് കാരണം. ആർക്കും പറ്റില്ല, അത് ചെയ്യുന്നില്ല, ആളുകൾ ചെയ്യുന്നില്ല. വളരെ സാധാരണക്കാരായിട്ടുള്ള ഇപ്പോഴും പട്ടിണി കിടക്കുന്ന രാജ്യത്താണ് നമ്മളുള്ളത്. ശ്രീ വാഹിദ് നാട്ടിക, ഇന്ത്യ മുന്നണിയിൽ എന്ത് പ്രതീക്ഷയാണുള്ളത്? അല്ല, ഇതിന്റെ അപ്പുറം ഞാന് ഈ സംഘപരിവാറിന്റെ കളവിന്റെ രൂപമാണ് ആലോചിക്കേണ്ടത്. ഇപ്പോ പറഞ്ഞ വാക്കുകളെ വക്രീകരിക്കുക, അതിപ്പോ എല്ലാവരുമാണ്, പ്രധാനമന്ത്രിയും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരൊക്കെ തന്നെ ചെയ്യുന്നതാണ്. നമ്മൾ വിശ്വാസത്തെ അവഹേളിക്കലാണോ ചെയ്യുന്നത്? വിശ്വാസത്തെ എത്ര കണ്ട് ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹം പറയുന്നുണ്ട്, ഇദ്ദേഹം സ്ത്രീകൾക്ക് വലിയ പ്രാതിനിധ്യം കൊടുത്തു, മറ്റുള്ളവർക്ക് വലിയ പ്രാതിനിധ്യം കൊടുത്തു, ഞങ്ങൾ എല്ലാവരെയും പരിഗണിക്കുന്നു. ഇന്ത്യയിൽ എത്ര BJP മുസ്ലിം MP-മാരുണ്ട്? എത്ര മുസ്ലിം സ്ഥാനാർത്ഥികളെ നിങ്ങൾ മത്സരിപ്പിച്ചിട്ടുണ്ട്? എത്ര ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ നിങ്ങൾ മത്സരിപ്പിച്ചിട്ടുണ്ട്? അപ്പോ ഇതെന്താണ്? ഇവിടെ എന്ത് ചെയ്തു LDF സർക്കാർ? ഇവിടെ ആർക്ക് എന്ത് കൊടുത്തു? എന്ത് സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ മാസം പോലും റോട്ടിൽ ഒരു മാധ്യമപ്രവർത്തക ആക്രമിക്കപ്പെട്ടു. എന്ത് ചെയ്യുന്നു? തീർച്ചയായിട്ടും ഞാൻ ഒരു തരത്തിലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും ഒരു തരത്തിലും ന്യായീകരിക്കാൻ തയ്യാറല്ല. അത് ഏത് സർക്കാർ ചെയ്തു കഴിഞ്ഞാലും. സ്ത്രീ സുരക്ഷ എന്നുള്ളതെന്നല്ല, സമൂഹത്തിന് സുരക്ഷ നൽകാൻ എല്ലാ സർക്കാരുകളും ബാധ്യസ്ഥരാണ്. സംസ്ഥാന സർക്കാരാണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും. എന്നാൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിൽ മനുഷ്യന്റെ മതവിശ്വാസത്തെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും അധികാരത്തിൽ തുടരാമെന്ന്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുമെന്നാണ്. 2024 ലോകത്ത് പട്ടിണി കിടക്കുന്ന രാഷ്ട്രങ്ങളുടെ പട്ടികയിലേക്ക് വീണ്ടും ഇന്ത്യ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പട്ടിണി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ എല്ലാ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്നും മാറ്റണം. അദ്ദേഹം ഗ്യാസ് കൊടുത്തു എന്ന് പറയാ. ഗ്യാസിന്റെ സബ്സിഡി നിർത്തലാക്കിയിട്ട് എത്ര കാലമായി? അദ്ദേഹം കൊടുക്കുന്നില്ല. ഇന്ത്യയിലെ മനുഷ്യരെ ഓരോ നിമിഷവും ദുരന്തത്തിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട്, മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, ജാതിയുടെ പേര് ഇനി എന്തായാലും 1 മാസത്തോളം ഇനിയും ഉണ്ട് പ്രചാരണത്തിന്. പക്ഷെ അതിനിടയ്ക്ക് എന്തൊക്കെ കേൾക്കേണ്ടി വരും, എങ്ങനെയൊക്കെ അതിനെ വളച്ചൊടിക്കും, ന്യായീകരിക്കും എന്നൊക്കെയുള്ളത് നമുക്ക് കേൾക്കാം. സമയം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മറ്റ് 2 പേരിലേക്കും വരാതിരിക്കുന്നത്. നന്ദി ശ്രീ അജയ് കുര്യാക്കോസ്, ശ്രീ രമേശ് മന്നത്ത്, ശ്രീ വാഹിദ് നാട്ടിക ചർച്ചയിൽ പങ്കെടുത്തതിന്. പ്രവാസി ശബ്ദം പൂർണ്ണമാവുന്നു. നമസ്കാരം.